ഹലോ ഗൈസ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഗൈസ്, ഇന്ന് നമ്മൾ പുതിയൊരു വണ്ടിയായിട്ടാണ് ഗൈസ് വന്നിരിക്കുന്നത്. അതായത് എനിക്ക് പുതിയൊരു വണ്ടി കിട്ടിയായിരുന്നു. നമ്മൾ അതുകൊണ്ടാണ്, കാരണം നമ്മൾ അതിന് BMW ഫാൻസ് എന്തായാലും ഇത് കാണുക ഗൈസ്. അതുപോലെ തന്നെ ഇതുമായിട്ട് എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക ഗൈസ്. അതുപോലെ തന്നെ ഈ ഒരു ഗെയിം ഫ്രണ്ട്സൊക്കെ കളിക്കുന്നുണ്ട്, ഉറപ്പായിട്ടും പറഞ്ഞു കൊടുക്കുക. നമുക്ക് ഒന്നിച്ച് ഈ ഒരു ഗെയിം കളിക്കാം ഗൈസ്. അതിൻ്റെ വീഡിയോ വേണമെങ്കിലും നമുക്ക് നമ്മുടെ ചാനലിൽ പോസ്റ്റ് ചെയ്യാം നമുക്ക് ഗൈസ്. പിന്നെ എന്താ പറയുക, സബ്സ്ക്രൈബ് ചെയ്തെങ്കിൽ ഇപ്പം സബ്സ്ക്രൈബ് ചെയ്യുക, കാരണം നമുക്ക് എന്താ പറയുക സബ്സ്ക്രൈബേഴ്സ് വളരെ കുറവാണ്. നിങ്ങൾ പറയുന്ന ഏതെങ്കിലും വണ്ടി വേണമെങ്കിൽ ജസ്റ്റ് കമൻറ്റ് ചെയ്യുക, നമ്മൾ മാക്സിമം കൊണ്ടുവരാൻ നോക്കുന്നതായിരിക്കും ഗൈസ്. ഇതാണ് നമ്മുടെ BMW എന്ന് പറയുന്നത് ഗൈസ്. നമ്മൾ വണ്ടി ഫുള്ള് പണിതിട്ടുണ്ട്. നമ്മൾ ഇതിൻ്റെ ഈ ഒരു വീഡിയോയുടെ അവസാനം നമ്മുടെ ട്രാക്ക് കാണിക്കുന്നുണ്ട് ഗൈസ്. ഇതിൻ്റെ തൊട്ട് ഷോർട്സിൻ്റെ തൊട്ട് താഴെ തന്നെ നമുക്ക് അതിൻ്റെ ആ ലിങ്കും കാര്യങ്ങളും കിട്ടുന്നതായിരിക്കും. ഫുൾ വീഡിയോ വേണമെങ്കിൽ ആ ചാനലിൽ പോയി കാണുക ഗൈസ്. ഈ ഒരു വണ്ടി എന്ന് വെച്ച് കഴിഞ്ഞാൽ 2011 ആണ്. BMW 2011 ആ ഒരു ഇയറിൽ ഇറങ്ങിയ ഒരു വണ്ടിയാണ് ഗൈസ്. ഇതിൻ്റെ പേരെന്ന് വെച്ചാൽ 1 Series M Coupe എന്നാണ് ഗൈസ് അതിൽ പറയുന്നത് ഗൈസ്. അതായിരിക്കും ഇതിൻ്റെ പേരെന്ന് പറയുന്നത് ഗൈസ്. ഇതിൻ്റെ തന്നെ വേർഷൻ 2 ഉണ്ട്. അതിന് നമ്മൾ വീഡിയോ ഓൾറെഡി ഇട്ടിട്ടുണ്ട് ഗൈസ്. എന്തായാലും പോയി നമ്മുടെ ചാനൽ നോക്കുക ഗൈസ്. ഒത്തിരി വണ്ടിയുടെ വീഡിയോ ഇട്ടിട്ടുണ്ട്. അഥവാ വേറെ ഏതെങ്കിലും വണ്ടി വേണമെങ്കിൽ ഈ ഒരു ഗെയിമിലുണ്ടെങ്കിൽ നമ്മൾ ഉറപ്പായിട്ടും ആ വണ്ടി കൊണ്ടുവരുന്നതായിരിക്കും ഗൈസ്. നമുക്ക് എന്തായാലും നമ്മുടെ വണ്ടിയുടെ എക്സോസ്റ്റ് സൗണ്ട് ഈ ഒരു സംഭവമാണ് ഗൈസ്. സൗണ്ടൊക്കെ നൈസാണ്. എന്താ പറയുക, വണ്ടിയുടെ ലുക്കും കാര്യങ്ങളൊക്കെ എനിക്ക് ഇഷ്ടപ്പെട്ടു. നല്ലൊരു ലുക്കാണ് ഈ ഒരു വണ്ടിക്കുള്ളത്. അതുകൊണ്ടാണ് ഗൈസ് നമ്മൾ ഈ ഒരു വണ്ടി നമ്മൾ വാങ്ങിച്ചതാണ്. നമ്മൾ പൈസ കൊടുത്ത് വാങ്ങിച്ചതാണ്, അല്ല നമ്മൾ സ്പിൻ ചെയ്തപ്പോൾ ഒന്നും കിട്ടിയല്ല. നമ്മൾ ഈ ഒരു വണ്ടി അതുകൊണ്ട് നമ്മൾ വാങ്ങിച്ചതാണ് ഗൈസ്. കാരണം BMW നല്ല രസമാണ് ഗൈസ്. വണ്ടി എത്ര പണി എടുത്താലും നല്ല രസമാണ് കാണാൻ. നമ്മൾ അങ്ങനെ ഈ ഒരു വണ്ടി വാങ്ങിച്ചതാണ്. നമ്മളിപ്പോൾ നൈസായിട്ട് റിവേഴ്സ് എടുക്കാം, ഈ അങ്ങോട്ട് എടുക്കാം ഗൈസ്. ഇതല്ല ഗൈസ് ഇതിൻ്റെ രസം ഗൈസ്. പിന്നെ നിങ്ങളുടെ സപ്പോർട്ടിങ് ഉണ്ടെങ്കിൽ നമ്മൾ സ്റ്റിയറിംഗ് വീലും കാര്യങ്ങളും പിന്നെ വീഡിയോക്ക് കുറച്ചുകൂടെ ക്വാളിറ്റി കൂടും. അതെല്ലാം നിങ്ങളെ സപ്പോർട്ടിങ്ങും കാര്യങ്ങളും അനുസരിച്ചിരിക്കും ഗൈസ് ഓരോ കാര്യങ്ങൾ ഗൈസ്. ഈ ഒരു ഗേറ്റ് ഇങ്ങനെ ഇടിച്ചാൽ പോവുമോ ഗൈസ്? പോകത്തില്ല. ഒന്നുകൂടെ ഇടിച്ച് നോക്കാം ഗൈസ്. പോകത്തില്ല. നമുക്ക് ഇച്ചിരിയുടെ പവർ കയറണം. ഓക്കെ ഗൈസ്, നമ്മൾ ആ ഒരു ചെറിയൊരു തടിയുടെ ആ ഒരു ഗേറ്റ് നമ്മൾ ഇടിച്ച് പൊട്ടിച്ച് കളഞ്ഞിട്ടുണ്ട്. നമ്മുടെ വണ്ടി കാണാൻ തന്നെ ലുക്ക് കേട്ടോ. ഒരു കറക്റ്റ് ഒരു അഗ്രസീവ് ലുക്കും കാര്യങ്ങളും ഒക്കെ ഉണ്ട് നമ്മുടെ വണ്ടിക്ക് ഗൈസ്. ഇതിൻ്റെ 5 ഒക്കെ ഇറങ്ങിയിട്ടുണ്ട് ഗൈസ്. ഈ ഒരു ഗെയിം എനിക്കൊരു ഡീലിസ്റ്റഡ് ആയെന്ന് തോന്നുന്നു. എനിക്ക് അറിഞ്ഞുകൂടാ, ഇതിനെപ്പറ്റി നമ്മൾ തിരക്കിയിട്ടില്ല. നമുക്ക് എന്തായാലും അതിനെപ്പറ്റി നോക്കാം ഗൈസ്. പിന്നെ ഈ ഒരു ഗെയിം വേണ്ടവരെന്തായാലും സ്റ്റീമിൽ ഗൈസ് മാക്സിമം സ്റ്റീമിൽ നോക്കുക. സ്റ്റീമിൽ വില കുറച്ച് ഈ ഒരു ഗെയിം കിട്ടുന്നതാണ്. ഉറപ്പായിട്ട് നിങ്ങൾ സ്റ്റീമിൽ ചെല്ലുക. ഏകദേശം ഞാൻ വാങ്ങിച്ച എത്ര ഗൈസ്, 200 അല്ലെങ്കിൽ എത്ര 400 500 ആ ഒരു റേഞ്ചിൽ തന്നെ നമുക്ക് ഈ ഒരു ഗെയിം കിട്ടും ഗൈസ്. പ്രത്യേകിച്ച് ഓഫർ സമയത്തൊക്കെ എന്ന് വെച്ച് കഴിഞ്ഞാൽ സ്റ്റീമിൽ മിക്കവാറും ഈ ഒരു ഗെയിം വില കുറച്ച് തന്നെ കിട്ടും. പിന്നെ എനിക്ക് ഈ ഒരു ഗെയിം പേഴ്സണലി ഭയങ്കര ഇഷ്ടമാണ് ബാക്കിയുള്ള ഗെയിമിനേക്കാളും. കാരണം എനിക്ക് ഇങ്ങനത്തെ വണ്ടി ഇങ്ങനെ ഡ്രൈവ് ചെയ്യുന്ന ഗെയിംസൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അത് ഈ ഒരു ഗെയിം എന്ന് വെച്ച് കഴിഞ്ഞാൽ അത്യാവശ്യം നല്ല ഗ്രാഫിക്സും കാര്യങ്ങളും ഒക്കെ ഉള്ളൊരു ഗെയിം തന്നെയാണ്. പിന്നെ എൻ്റെ ലാപ്പിന് സ്പെക്ക് കുറവായതുകൊണ്ടാണ് ഗൈസ് ഇങ്ങനത്തെ ഒരു ഗ്രാഫിക്സ് ഒക്കെ കാണുന്നത്. ഇതിലും ഗ്രാഫിക്സ് ഒക്കെ ഉള്ള ഗെയിം തന്നെയാണ് ഇത് ഗൈസ്. നല്ല ഗ്രാഫിക്സ് ഉള്ളൊരു ഗെയിമാണ്. ഭയങ്കര റിയാലിറ്റി സംഭവങ്ങളൊക്കെ അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ ഉള്ളൊരു ഗെയിം തന്നെയാണ്. പക്ഷേ എന്താ പറയുക, നമുക്ക് അത്രയും പവർ കളിക്കാനുള്ള ബാക്കിയില്ല. എന്നാലും നമുക്ക് കളിക്കാം ഗൈസ്. അത്യാവശ്യം ഒരു മോഡലിൽ കളിക്കാം ഗൈസ്. അത് മതി ഇപ്പോൾ തൽക്കാലത്തേക്ക് ഗൈസ്, അത് മതി. പിന്നെ നിങ്ങളുടെ സപ്പോർട്ടിങ് അനുസരിച്ചൊക്കെ നമ്മൾ സാധനങ്ങളൊക്കെ വേറെ ഇറക്കും ഗൈസ്. എന്തായാലും നമുക്ക് ഈ ഒരു വണ്ടി കൊണ്ട് നമ്മുടെ എന്താ പറയുക നമ്മുടെ ട്രാക്കിലേക്ക് പോകാം ഗൈസ്. ഏകദേശം ഒരു 11 കിലോമീറ്റർ ഉണ്ട് നമ്മുടെ ട്രാക്കിലേക്ക് ഗൈസ്. അങ്ങോട്ട് ഇനി നമുക്ക് പോകണം. നമ്മുടെ വണ്ടിയുടെ എക്സോസ്റ്റ് സൗണ്ടൊക്കെ സെറ്റാണ് ഗൈസ്. നമ്മുടെ ഈ ഒരു കാലാവസ്ഥ സെറ്റ് കാലാവസ്ഥയാണ് ഇപ്പോഴെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ നല്ല സമ്മറല്ല ഗൈസ്. ഇപ്പോൾ എന്തോ ഒരു സീസൺ നടക്കുമായിരുന്നു, ഓട്ടം സീസൺ എന്തോ ആണെന്ന് തോന്നുന്നു ഗൈസ്. അതാണ് നമ്മൾ പറയുന്നത്. നല്ലൊരു കാലാവസ്ഥയാണ് ഗൈസ്. ഈ ഒരു ഏരിയ സെറ്റാണ്. പ്രത്യേകിച്ച് സ്പ്രിംഗ് സീസൺ സമയത്ത് സമയത്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ഗൈസ്, അയ്യോ ഗൈസ് നമ്മുടെ വണ്ടി കയ്യിൽ നിന്ന് പോയി. കാരണം നമ്മൾ തിരിഞ്ഞിട്ട് നോക്കിയതാണ് ഗൈസ്. അതുപോട്ടെ ഗൈസ്, നമ്മൾ ആ സ്പ്രിംഗ് സീസൺ വരുന്ന സമയത്ത് ആ 2 സൈഡിൽ അത്യാവശ്യം ആ ഒരു ഇലയും ഒക്കെ ഇങ്ങനെ പൊഴിഞ്ഞ് ആ ഒരു വൈബിനായിരിക്കും ആ ഒരു സാധനം കിടക്കുന്നത് ഗൈസ്. അതുകൊണ്ട് ആ ഒരു സീസണിൽ ആ ഒരു ഏരിയ എന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ല കിടിലൻ ഏരിയ തന്നെയാണ് ഗൈസ്. ഈ ഒരു സമയത്തെന്ന് വെച്ചാൽ നമ്മളെ കാട് സൈഡൊക്കെ സെറ്റാണ്. കാരണം നല്ല പച്ചപ്പും നല്ല ചള്ളയും അങ്ങനത്തെ ഒരു അന്തരീക്ഷമാണ് ഗൈസ് നമ്മുടെ ഈ ഒരു സമയം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഗൈസ്. ഇതിലെ സീസൺസ് എല്ലാം അടിപൊളിയാണ്. വിൻ്റർ സീസൺ ഒഴിച്ച് ഗൈസ് എനിക്ക് ആ ഒരു തുണിഞ്ഞ സീസൺ ഇഷ്ടമല്ല. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരുമാതിരിപ്പെട്ട ഇഷ്ടമല്ല ഗൈസ്. ആ ഒരു സമയത്ത് നമുക്ക് ഇത് കിട്ടില്ല ഗൈസ്. എന്താ പറയുക, ഈ ഒരു സംഭവം ഉണ്ടല്ലോ
ഗൈസ് നമ്മുടെ കൺട്രോൾ ഭയങ്കര കഷ്ടമാണ്. അല്ലെങ്കിൽ തന്നെ ഗൈസ് നമ്മുടെ വണ്ടിക്ക് കൺട്രോൾ ഇല്ല. പിന്നെയാണ് നമ്മൾ ഇതൂടെ ഗൈസ് വണ്ടി പോയി. അതിനിപ്പോൾ എന്താ ഗൈസ്, നമുക്ക് ഇതുവഴി അങ്ങോട്ട് തിരിച്ചെടുക്കാം അല്ലേ ഗൈസ്. പുറയുന്ന വണ്ടിയൊന്നുമില്ല, കാരണം ഞാൻ മിററിൽ കൂടെ നോക്കിയായിരുന്നു. പക്ഷേ കൈ കൊടുത്തപ്പോൾ ഇച്ചിരി ഏറെ ആയിപ്പോയി ഗൈസ്. എന്നാലും കുഴപ്പമില്ല, നമ്മൾ തിരിച്ചിങ്ങ് എടുക്കത്തില്ല ഗൈസ്. നമ്മുടെ BMW സീനാണ് ഗൈസ്. നമ്മുടെ ഇത് സ്പീഡോമീറ്റർ പോകുന്നുണ്ട് ഗൈസ്. നമ്മുടെ RPM മീറ്റർ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്നിലോട്ടൊന്നും വരുന്നില്ല, നേരെ മണ്ടയ്ക്കുന്ന് നേരെ സാപ്പോട്ട് അത്ര അങ്ങനെ അടിച്ചുകൊണ്ടിരിക്കുകയാണ്. ഫുൾ ത്രോട്ടിലാണ് ഗൈസ് നമ്മുടെ ഈ ഒരു RPM അടിച്ചുകൊണ്ടിരിക്കുന്നത്. അല്ലാതെ നമ്മുടെ സ്പീഡോമീറ്റർ സെറ്റാണ്. കാരണം നമ്മൾ നല്ല സ്പീഡിൽ കയറുമ്പോഴത്തേക്ക് നൈസായിട്ട് അത് കയറി വരുന്നുണ്ട്. എനിക്കത് ഭയങ്കര ഇഷ്ടപ്പെട്ടു ഗൈസ്. ഈ BMW നൈസാണ് സത്യം പറയല്ലേ. BMW ഒരുമാതിരി BMW എല്ലാം അടിപൊളി ലുക്കും അതിൻ്റെ സ്പീഡോമീറ്റർ അതിൻ്റെ ആ ഒരു കാര്യങ്ങൾ നമുക്ക് വണ്ടി ഇങ്ങനെ കാണുമ്പോൾ തന്നെ നമുക്ക് എടുത്ത് നല്ലപോലെ ഒന്ന് പറട്ടി വെക്കാൻ പറ്റും. അതുപോലത്തെ രസമാണ് ഗൈസ്. എന്തായാലും നമുക്ക് അങ്ങോട്ട് പോവാം നേരെ ഗൈസ്. ഇതിന് ഏകദേശം 4.3 കിലോമീറ്റർ ഉള്ളൂ ഗൈസ്. അതൊക്കെ വേഗം ഇപ്പം തീരും, കാരണം നമ്മളെ അതുപോലത്തെ പോക്കാണ് ഗൈസ്. നമ്മൾ ട്രാഫിക് നിയമങ്ങളൊക്കെ പാലിക്കുന്നുണ്ടോ ചോദിച്ചു കഴിഞ്ഞാൽ ഗൈസ് പാലിക്കുന്നുണ്ട്. കാരണം നമ്മൾ വേറൊരു വണ്ടി ഓപ്പോസിറ്റ് വരുമ്പോൾ ഇത് റിസ്ക് ആയിട്ട് നമ്മൾ ഓവർടേക്ക് ചെയ്യാറൊന്നുമില്ല. പിന്നെ സ്പീഡിൻ്റെ കാര്യങ്ങളേ ഉള്ളൂ നമ്മൾ ട്രാഫിക്കായിട്ട് പാലിക്കാനേ. പിന്നെ ഗൈസ് നമ്മൾ വണ്ടി വെച്ച് നോക്കിയാണ് നമ്മൾ ക്രോസ് ചെയ്യുന്നത്. അപ്പം നമ്മുടെ ട്രാഫിക് സൈഡിൽ നിന്നൊക്കെ അത്യാവശ്യം നല്ല ക്ലിയറാണ്. നമ്മൾ നോക്കിയാൽ ഇപ്പോൾ ഒരു വണ്ടി അങ്ങോട്ട് പോയതേ ഉള്ളൂ. അതുകൊണ്ട് വേറൊരു വണ്ടി ഇപ്പം അങ്ങോട്ട് വരത്തില്ല നമ്മുടെ കൂടെ. അതിൻ്റെ കൂടെ വേറൊരു വണ്ടി അതിൻ്റെ തൊട്ട് പോയാൽ തന്നെ എങ്ങനെ വരത്തില്ല ഗൈസ്. എന്തായാലും നമുക്ക് അങ്ങോട്ട് പോവാം ഗൈസ്. ഇനിയിപ്പം നമ്മൾ നിയമമൊക്കെ തെറ്റിച്ച് ഓടിക്കത്തുള്ളൂ, കാരണം ഇനിയിപ്പോൾ നമുക്ക് എന്ത് വേണമെങ്കിലും ചെയ്യാം. ഇത് നമ്മുടെ വഴിയാണ്, നമ്മൾ ട്രാക്ക് എടുക്കാറായി ഗൈസ്. അപ്പോൾ നമുക്കിനി ഇഷ്ടമുള്ള രീതിയിലൊക്കെ പോവാം ഗൈസ്. വണ്ടി ഏകദേശം 300 അടിക്കാറായിട്ടുണ്ട് കേട്ടോ. 300 അടിക്കാറായിട്ടുണ്ട് ഗൈസ്. 300 അടിക്കുക ഗൈസ്. 300 അടിച്ചു കേട്ടോ. ഈ ഒരു റോഡിൽ ഗൈസ് നമ്മുടെ വണ്ടി 300 അടിച്ചിട്ടുണ്ട്. എന്തായാലും ഗൈസ് അതുപോലെ തന്നെ ഇതുമായിട്ട് നമ്മൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ല, ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക ഗൈസ്. നമ്മുടെ വണ്ടി സകലത്തെ ഗേറ്റൊക്കെ ഇടിച്ച് പൊളിച്ചിട്ടുണ്ട്. JCB ഒക്കെ പോകുന്നുണ്ട് ഗൈസ്. കണ്ടോ ആ ഒരു നമ്മൾ ഇതുണ്ട് സൈഡിലെല്ലാം വെള്ളമൊക്കെ കെട്ടിക്കിടന്ന് സെറ്റാണ് ഗൈസ്. ഇങ്ങനത്തെ ഒരു ഏരിയ എന്ന് വെച്ച് കഴിഞ്ഞാൽ സെറ്റാണ്. അതുകൊണ്ട് ഇത് ഏതോ മെന പിടിച്ച ഒരുത്തനാണ്. പക്ഷേ ഗൈസ് അവനൊക്കെ സുഖമായിട്ട് അടിച്ച് കളയാൻ പറ്റും. പക്ഷേ നമ്മളിപ്പോൾ സ്ലോ ചെയ്തിട്ടുണ്ട്. കാരണം ഗൈസ് നമ്മൾ ഈ ഒരു ഏരിയ വന്നിട്ട് നമ്മൾ വണ്ടിക്ക് നല്ലപോലെ ത്രോട്ട് കൊടുക്കുന്നൊരു സ്വഭാവം നമുക്ക് എപ്പോഴും ഉള്ളതാണ് ഗൈസ്. അത് നമുക്ക് മാറ്റാൻ പറ്റത്തില്ല. കാരണം ഇതിൻ്റെ അകത്ത് കയറി കഴിഞ്ഞാൽ വണ്ടി കുറച്ചുകൂടെ ഹൈ അഗ്രസീവ് മൂഡ് വരുന്ന ഒരു സംഭവമാണ്. അതങ്ങനത്തെ ഒരു സൗണ്ട് നമുക്ക് തരും ഗൈസ്. Your destination. ഗൈസ് അത് അങ്ങനത്തെ ഒരു സംഭവമാണ്. നമുക്ക് നല്ല സൗണ്ട് ഉണ്ടല്ലേ ഗൈസ്. വണ്ടി നല്ല രീതിയിൽ പൊട്ടുന്നുണ്ട്, നിങ്ങൾക്ക് കാണുമ്പോഴേ അറിയാം. സെറ്റാണ് ഗൈസ്. നമ്മൾ വണ്ടി എടുത്തിട്ടുണ്ട്, പുകയൊക്കെ പറത്തിയാണ് പോകുന്നത് ഗൈസ്. പകുതി ടയർ അങ്ങ് പോയെന്നാണ് എനിക്ക് തോന്നുന്നത് ഗൈസ്. 4th ഗിയറിൽ 265 എങ്ങാണ്ടാണ് ഗൈസ്. 5th ഗിയർ ഗൈസ് 300 കയറിയിട്ടുണ്ട്. 312 എങ്ങാണ്ടാണ് ഗൈസ് 5th ഗിയറിനാണ്. 6th ഗിയർ എന്ന് വെച്ചാൽ ഗൈസ് 345, 50, 54, 58, 59, 60, 62, 63, 64, 65, 70 ഗൈസ്. 71, 72, 75, 76 ഗൈസ്. 77, 77 ഗൈസ്. 377 ഗൈസ്. 377 ഗൈസ്. കുറച്ചുകൂടെ മതിയായി 400 അടിക്കാൻ. നമ്മുടെ ഈ ഒരു വണ്ടിയിൽ ഗൈസ് 400 അടിക്കാൻ പറ്റാന്ന് എന്താണെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. നമ്മൾ പണിതയാണ് ഗൈസ്, നമ്മൾ ഫുള്ള് പണി ചെയ്തതാണ്. പക്ഷേ എന്തോ പറ്റിയെന്ന് എനിക്ക് അറിഞ്ഞൂടാ. 400 കയറിയിട്ടില്ല ഗൈസ്. അത് എന്താണെന്നൊരു പിടിയില്ല. നമ്മളെന്താ പറയാനാ ഗൈസ്, നമ്മൾ വണ്ടി ഫുള്ള് പണിത നൈസായിട്ട് ട്യൂണിങ് ഒക്കെ ചെയ്തതാണ് ഗൈസ്. എൻ്റെ ട്യൂണിങ് വൃത്തികേടാണോ ചോദിച്ചു കഴിഞ്ഞാൽ ഗൈസ് കുഴപ്പമില്ലാത്ത ട്യൂണിങ് ഒക്കെയാണ്. എന്തായാലും നൈസായിട്ട് വണ്ടി 400 കയറുന്ന ട്യൂണിങ് ഒക്കെ നമ്മൾ ചെയ്തിട്ടുണ്ട്. പക്ഷേ ഇതെന്താണെന്ന് അറിഞ്ഞൂടാ ഗൈസ്. എന്തായാലും ഓട്ടെ